ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഫോട്ടോയിലുള്ള കുർത്തി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡബിൾ ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇത്. നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. താഴത്തേക്ക് സ്കേർട്ട് പോർഷനിൽ ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി 3 മീറ്ററാണ് കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത്. 3/4 സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. വി നെക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യോക്ക് പീസിൻ്റെ മെഷർമെൻറ്റ്സ് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് XXL ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്തുള്ള ഓരോ ലെയറും കട്ട് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം യോക്കിന് താഴെയായിട്ട് വരുന്ന പീസിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് വന്നിട്ട് 12 ഇഞ്ചാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് 42 ഇഞ്ച് വിഡ്ത്ത് വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ 12 ഇഞ്ചിൻ്റെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതിന് താഴത്തേക്കുള്ള ലെയറിൻ്റെ ലെങ്താണ് കേട്ടോ. 20 ഇഞ്ച് ലെങ്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ വിഡ്ത്താണ് കേട്ടോ. വിഡ്ത്ത് നമുക്ക് 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ഏറ്റവും അടിയിലത്തെ ലെയറിന് കൊടുക്കുന്ന വീതി 63 ഇഞ്ചാണ് കേട്ടോ. ഫ്രണ്ട് സൈഡിലും 63 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, ബാക്ക് സൈഡിലും 63 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തുണിയിൽ അത് നമുക്ക് കിട്ടും കേട്ടോ. ഇനി സ്ലീവിന് വേണ്ടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ മുന്നേയുള്ള യൂട്യൂബ് വീഡിയോസിലെല്ലാം തന്നെ സ്റ്റിച്ചിങ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് സ്റ്റിച്ചിങ് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഫ്രണ്ട് നെക്കാണിത്. ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ച് കഴുത്തകലവും 6 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവുമാണ്. ഇനി ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് 3 ഇഞ്ച് വിഡ്ത്തും 5 ഇഞ്ച് ഇറക്കവുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ രണ്ടും കൂടി ജോയിൻ ചെയ്യണം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം താഴത്തേക്കുള്ള ലെയറാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു ലെയർ ചെറിയ ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ താഴത്തെ ഭാഗത്തേക്ക് ലൈനിങ് കൊടുക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാദേഴ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് സ്റ്റിച്ച് ചെയ്ത ശേഷം അതിന് താഴത്തേക്കുള്ള ലെയറും ചെറിയ ചെറിയ ഗ്യാദേഴ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ കുർത്തിയാണ്. നല്ല ഫ്ലെയർ ആയിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുർത്തീസൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. താങ്ക്